ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിക്കുന്നത്. എല്ലാ പുതിയ ടി വികളുടെയും പാനൽ ഇത് കണ്ടോ. ഇപ്പോൾ ഈ ടി വി സോണിയുടെ പുതിയ ടി വിയാണ്. ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനിടയ്ക്കൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കാൻ പാടില്ല എന്ന് പുതിയ സെറ്റ് വരെ എഴുതി ഒട്ടിക്കേണ്ട ഒരു ഗതികേടിലാണ് സോണി വരെ ഉള്ളത്. കാരണം ഇതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇറങ്ങിയാൽ ഇതിനകത്താണ് ഇതിൻ്റെ പാനലിൻ്റെ സ്ട്രിപ്പ് ഇരിക്കുന്നത്. സ്ട്രിപ്പ് അന്നേരം ദ്രവിച്ചു പോകും, പിന്നെ റിമോട്ട് സെൻസർ ഇതെല്ലാം പോകും. ഇതങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ മാറിയ പാനൽ പുതിയത് മാറിയ ഒരു ടി വിയാണിത്. ഈ ടി വി ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ, ഇത് പുതിയതാണ്. അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് പുതിയ പാനൽ മാറിയതാണ്. ഇങ്ങനെ പാനൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കാതിരിക്കുക, ഒന്ന്. പിന്നെ ഇതിലൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു സെലോ ടേപ്പ് ഞാൻ ഒട്ടിക്കാൻ പോവാണ്. ഈ താഴെ ഇനി വെള്ളം വന്നാലും ഇതിപ്പോൾ പുതിയ പാനലിൻ്റെ ഫ്രണ്ടിൽ പൊളിച്ച് കളയാനുള്ള ഒരു സ്റ്റിക്കറായിരിക്കുന്നത്. ഇതതിൻ്റെ ബാർകോഡ്, പുതിയ പാനൽ വരുന്നതിൻ്റെ ബാർകോഡാണ്. അത് നമുക്ക് കിളക്കി കളഞ്ഞില്ലെങ്കിൽ പടം കാണാൻ പറ്റത്തില്ല. സെലോ ടേപ്പ് ഞാൻ ഒട്ടിക്കുകയാണ്. ഇപ്പോൾ പടം കാണാൻ അതിനൊരു തടസ്സമൊന്നും വരത്തില്ല, എങ്കിലും ഇത് കുറച്ച് ഭാഗം ആ പാനലിലോട്ട് കയറി ഒരു പൊടിക്ക്, അഥവാ ഇനി വെള്ളം വന്നാലും താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പൊട്ടിക്ക് കയറ്റി വിട്ടാൽ മതി. ഒത്തിരി കയറി അവിടെ ഒരു പാടായിട്ട് കിടക്കും. പാട് വരികയില്ല. അങ്ങനെ ഒരു ടേപ്പ് ഒട്ടിക്കുന്നത് പൈസ നഷ്ടപ്പെടാതിരിക്കും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഒരു വെള്ളം വീണാലും നമുക്കത് ഒരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പുതിയ ടി വി എല്ലാം നിങ്ങൾ ഓണത്തിന് ഒത്തിരി ടി വി എല്ലാം മേടിച്ച് വെച്ചല്ലോ. ടി വി എല്ലാം മേടിച്ച് വെച്ചപ്പോൾ അതിൻ്റെ കൂട് കളയാതെ സൂക്ഷിക്കുക. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു 10 വർഷം പഴക്കമുള്ള സോണിയുടെ കൂടാണ്. ഇപ്പോഴും ഈ കൂട് ആ കസ്റ്റമർ കളയാതെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റി. ഇത് കണ്ടോ, ഇത് 13 വർഷം പഴക്കമുള്ള സോണി ടി വിയുടെ കൂടാണ്, 48 ഇഞ്ചിൻ്റെ. അതും കളയാതെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കളയാതെ വെക്കുകയാണെങ്കിൽ നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ടി വി ഡാമേജ് ആകാതിരിക്കും. ഇതിപ്പം നമ്മൾ വിചാരിക്കുന്നതിനൊരു കുഴപ്പമില്ലെന്ന്. ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി, ഈ പാനൽ പൊട്ടും, പാനലിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മളിതൊരു വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ സേഫായിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും. ആ സമയം എൻ്റെ തെർമോക്കോൾ പാക്കിംഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് കയറ്റി വെച്ച് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്താൽ എങ്ങോട്ട് കൊണ്ടുപോയാലും ഈ പാനലിന് യാതൊരുവിധ ഡാമേജും വരത്തില്ല. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഇവിടെ കൂട്ടി തന്നെ ഇത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഫ്രെയിമ് മാത്രമേ സെറ്റ് പിടിക്കാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പൊട്ടിയാൽ അറിയാനൊന്നും പറ്റത്തില്ല, ഇത് ഓണാക്കിയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കെയർ ആകുക, ശ്രദ്ധിക്കുക. കണ്ടമാന സെറ്റുകൾ ഇങ്ങനെ കളഞ്ഞു കൊണ്ടിരുന്നുള്ള